കടൽക്കാറ്റ് കയറ്റിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗൗതമൻ്റെ രഥത്തിൽ ബേസിൽ ജോസഫ് പറഞ്ഞൊരു ഡയലോഗാണ് എൻ്റെ മനസ്സിലേക്ക് തന്നെ. ഈ പിടച്ചോണ്ടല്ലോ ഭയങ്കര സംഭവമാണ്. ചില ആഗ്രഹങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞാലും മൂപ്പര് ചിലപ്പോൾ വിട്ടുകളയില്ല. അങ്ങനെ ഞാൻ വിട്ടുകളഞ്ഞ ഒരാഗ്രഹമാണ് ഈ ലക്ഷദ്വീപ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഏപ്രിൽ മാസത്തിൽ PCC ഒക്കെ അപ്ലൈ ചെയ്ത് പെർമിറ്റിന് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു കാലം. അപ്പോഴാണ് ഓർക്കാപ്പുറത്ത് നമ്മുടെ കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധി വരികയും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ എൻ്റെ ലക്ഷദ്വീപ് പോക്ക് വെള്ളത്തിലായി. പിന്നെ ഞാൻ കാശ്മീർ പോയി, 1-2 വട്ടം ഗോവ പോയി, അങ്ങനെ മറ്റ് അനവധി യാത്രകളൊക്കെ ചെയ്ത് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ പറ്റിയും ഈ ലക്ഷദ്വീപ് യാത്രാമോഹമൊക്കെ പയ്യെ മറന്നു. പക്ഷേ ഭാഗ്യവശാൽ 3 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കോളേജിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ വീണ്ടും ലക്ഷദ്വീപിലേക്ക് വന്നു. ഇത് ഞാൻ തികച്ചൊരു ദൈവനിയോഗം പോലെ കരുതാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ചില ആഗ്രഹങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞാലും പെടച്ചവൻ വിട്ടുകളയില്ല, മൂപ്പരൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ 5 ദിവസമായിട്ട് ഞാൻ ലക്ഷദ്വീപിലുണ്ട്. ഞാൻ കണ്ടതും ഞാൻ കേട്ടതും ഞാൻ അനുഭവിച്ചതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ എത്രമാത്രം പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, നിങ്ങൾ ലക്ഷദ്വീപിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എല്ലാ മലയാളികളുടെയും അല്ലെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും ലക്ഷദ്വീപ്. ഒരു ഇന്ത്യക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന്, അല്ലെങ്കിൽ ഒരു മലയാളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കാശ്മീർ ഉണ്ടായിരിക്കും, മണാലി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ അവൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. പക്ഷേ ഇങ്ങോട്ട് കടന്നു വരാൻ കുറച്ചധികം കഷ്ടപ്പാടും റെസ്ട്രിക്ഷൻസും ഉണ്ട്. ആ ഒരു റെസ്ട്രിക്ഷൻസ് കാരണം നമ്മൾ പലപ്പോഴും ഈ ലക്ഷദ്വീപിനെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാറാണ് പതിവ്. ശരിയാണ്, ഒരുപാട് കഷ്ടപ്പാട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ സ്പോൺസർ ചെയ്യാനായിട്ട് ഇവിടെ ആളുണ്ടായതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാട് കുറഞ്ഞു കിട്ടി. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ലക്ഷദ്വീപിലേക്ക് വരാമെന്നാണ്. അതിന് മുന്നേ ആയിട്ട് ലക്ഷദ്വീപ് 36 ദ്വീപ് സമൂഹങ്ങൾ കൂടിച്ചേരുന്ന ഒരു മൊത്തത്തിലുള്ളൊരു ടോട്ടലിനെയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഏകദേശം 10ഓളം ദ്വീപുകളിലാണ് ഇവിടെ ജനവാസമുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ലക്ഷദ്വീപിൻ്റെ ഒരു തലസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് കവരത്തി ദ്വീപാണ്. നമ്മൾ അനാർക്കലി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കവരത്തി ദ്വീപാണ്. എന്നാൽ ഞാനെന്നുള്ളത് ലക്ഷദ്വീപിൽ അത്യാവശ്യം ഒരു 4000 അടുത്ത് ജനസംഖ്യയുള്ള വളരെ കുറച്ച് ജനങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന, എന്നാൽ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വളരാതെ ലക്ഷദ്വീപിൻ്റെ കുറച്ച് ഗ്രാമീണ പ്രദേശങ്ങൾ കാണുകയും നന്മയുള്ള മനുഷ്യന്മാരെ കാണുകയും ഒക്കെ കഴിയുന്ന കൽപ്പേനി ദ്വീപിലാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഒരു ദ്വീപാണ് നമ്മുടെ കൽപ്പേനി ദ്വീപ്. അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം, നസ്രിയുടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുദിച്ചു. ഞങ്ങൾ ഏകദേശം 9 പേരായിട്ടാണ് ഈ ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയത്. ഞങ്ങളെല്ലാവരും എറണാകുളത്തുള്ളവരൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ലക്ഷദ്വീപിലേക്ക് വന്നെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCC എടുക്കുക എന്നുള്ളതാണ്. അത് നമുക്കൊന്നെങ്കിൽ അക്ഷയ സെൻറ്റർ മുഖേന അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ tuna.in എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖേന 610 രൂപ കൊടുത്ത് നമുക്ക് PCC എടുക്കാം. PCC എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2 ആഴ്ച മാക്സിമം 10 മുതൽ 14 ദിവസത്തിനകം നമുക്ക് PCC കിട്ടും. പോലീസ് ഓഫീസർ ആരെങ്കിലും നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ വീടുകളിലേക്ക് വരും. അവർ നമ്മുടെ ഒരു ID ചോദിക്കും. നമ്മുടെ മേലെ കേസും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അവർ ഉറപ്പ് വരുത്തിയിട്ട് നമുക്കൊരു PCC അവർ തരും. PCC നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. PCC കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് പെർമിറ്റാണ്. നമുക്ക് 2 രീതിയിൽ ലക്ഷദ്വീപിലേക്ക് വരാം. ഒന്ന്, നമുക്കൊരു പാക്കേജ് എടുത്ത് വരാം. മറ്റൊന്ന്, ലക്ഷദ്വീപിലുള്ള ദ്വീപ് നിവാസിയായിട്ടുള്ള ആരെങ്കിലും നമ്മളെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്പോൺസർഷിപ്പിൻ്റെ ബലത്തിൽ നമുക്ക് ദ്വീപിലേക്ക് കടന്നു വരാൻ പറ്റും. ഇവിടെ ഞങ്ങൾ തിരഞ്ഞെടുത്തതും ചിലവ് കുറഞ്ഞ മെത്തേഡും ഇതായതുകൊണ്ട് ഞങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ട് ഞങ്ങളുടെ സുഹൃത്തുണ്ടായിരുന്നു. ആ ഒരു സുഹൃത്തിൻ്റെ സ്പോൺസർഷിപ്പിലാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് വന്നത്. ഇൻ കേസ് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ ആരുമില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ലക്ഷദ്വീപ് നിവാസികളായ 1-2 പേരെ നമ്പർ കൊടുത്തേക്കാം. അവർ ചെറിയ രീതിയിൽ ലക്ഷദ്വീപ്, വലിയ പാക്കേജ് ആയിട്ടല്ല, ചെറിയ രീതിയിൽ ലക്ഷദ്വീപ് എല്ലാവരും കാണിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ലക്ഷറി ഒന്നും പ്രതീക്ഷ വരരുത്. ലക്ഷദ്വീപിൽ അനുഭവിക്കാനുള്ള കുറേ അനുഭവങ്ങൾ അവർ തരും, അത് ഉറപ്പാണ്. അവരുടെ നമ്പർ ഞാൻ കോൺടാക്റ്റ് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അവർ മുഖേന വരികയാണെങ്കിൽ പെർമിറ്റും കാര്യങ്ങളെല്ലാം അവരെടുത്തു തരും. പെർമിറ്റിന് ഏകദേശം നമുക്കൊരു 350 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. ഏജൻസി ത്രൂ ഒക്കെ വരുമ്പോൾ അത് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരവരുടെ സർവീസിങ് ചാർജും കാര്യങ്ങളൊക്കെ പിടിക്കും. 350 രൂപ എടുത്ത് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, പെർമിറ്റ് കിട്ടാൻ നമുക്ക് ഏകദേശം ഒരു 1.5-2 ആഴ്ചയോളം സമയം എടുക്കും. അപ്പോൾ PCCക്കും പെർമിറ്റിന് അപ്ലൈ ചെയ്ത് 1 മാസത്തെ കാത്തിരിപ്പ് അവിടെ തന്നെയായി. അപ്പോൾ നമ്മൾ വിചാരിക്കും പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ലക്ഷദ്വീപിലേക്ക് വരാമെന്ന്. ഇനിയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് അഭിമുഖീകരിക്കാൻ പോണേ. വേറൊന്നുമല്ല, നമ്മുടെ ഷിപ്പിൻ്റെ ടാസ്ക്കാണ്. നമുക്ക് 2 രീതിയിൽ ലക്ഷദ്വീപിലേക്ക് വരാം. ഒന്ന്, നമ്മുടെ ഫ്ലൈറ്റ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കടലിലൂടെ. ഞാൻ പറയുകയാണെങ്കിൽ കടലിലൂടെ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം
ഫ്ലൈറ്റ് ഇപ്പോൾ നമുക്ക് ഡൽഹിക്ക് പോകാനോ ബാംഗ്ലൂർക്ക് പോകാനോ പുറത്തേക്ക് പോകാനോ ഫ്ലൈറ്റ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്. എന്നാൽ ഈ ഒരു കപ്പൽ വളരെ റെയറായിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു അനുഭവം അത് ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം. ഇനി കപ്പലിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നമ്മുടെ കപ്പൽ, നമ്മൾ MS കവരത്തി, കോറൽസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ വലിയ ഷിപ്പ്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഹൈ സ്പീഡ് വെസലാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വെസലിലാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയാം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ലക്ഷദ്വീപിലേക്ക് വരാം. കപ്പലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1500 രൂപയാണ് നമ്മുടെ കപ്പലിന് ചാർജ് ആയിട്ട് വരുന്നത്, ടിക്കറ്റ് ഫെയർ ആയിട്ട് വരുന്നത്. ആദ്യം അത് 555 ഉണ്ടായുള്ളൂ. ഒരു വർഷത്തിന് മുന്നെയാണ് അവർ ആ ഒരു പുതിയ താരിഫ് ഉയർത്തിയത്. നമ്മൾ പെർമിറ്റിൽ വരുന്ന ടൂറിസ്റ്റുകൾക്കാണ് ഈ 1500, ദ്വീപ് നിവാസികൾക്ക് എന്തോ 500 രൂപയോ എന്തോ ഉള്ളൂ. ഈ 1500 ബങ്ക് ക്ലാസ്സിനാണ്. നമ്മുടെ ട്രെയിൻ പോലെ തന്നെ ട്രെയിനിലെ സ്ലീപ്പറാണ് നമ്മുടെ ബങ്ക് ക്ലാസ് എന്ന് പറയുന്നത്. അത് മേലെ സെക്കൻഡ് AC-യും ഫസ്റ്റ് AC-യും, അതായത് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ട്രെയിനിൽ തന്നെ സ്ലീപ്പർ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ആ ഒരു സെറ്റപ്പ് തന്നെയാണ് നമ്മുടെ കപ്പലിൻ്റെ അകത്തും. ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സും എയർ കണ്ടീഷൻഡ് ആണ്. അതാണ് നമ്മുടെ കപ്പലിൻ്റെ വിശേഷം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നമ്മുടെ വെസലാണ്, ഹൈ സ്പീഡ് വെസലാണ്. കപ്പലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം സ്പീഡ്, ഏകദേശം ഒരു 6 നോട്ടിക്കൽ മൈൽ വരെ സ്പീഡ് നമ്മുടെ വെസലിന് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പൽ 18 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂർ എടുക്കേണ്ടടുത്ത് നമ്മുടെ വെസൽ 10 മണിക്കൂർ കൊണ്ടും 12 മണിക്കൂർ കൊണ്ടും ഒക്കെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് നമ്മുടെ ദ്വീപിലേക്ക് എത്തും. ടിക്കറ്റ് ഫെയറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ IRTC കയറിയോ അല്ലെങ്കിൽ ഇക്സിഗോയിൽ കയറിയോ ഫ്ലൈറ്റിൻ്റെയോ ട്രെയിനിൻ്റെയോ ടിക്കറ്റ് എടുക്കണ പോലെ എളുപ്പമുള്ളൊരു ടാസ്ക് അല്ല നമ്മുടെ കപ്പലിന് ടിക്കറ്റ് എടുക്കുക. വെസലിന് ഞങ്ങൾക്ക് വന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 രൂപയാണ്, പ്ലസ് 500 രൂപ ഏജൻസിക്ക് സർവീസിങ് ചാർജ് വന്നു. അങ്ങനെ മൊത്തം 3000 രൂപ. പക്ഷെ എന്നാൽ പോലും നല്ലൊരു ജേർണി ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോസിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വെസൽ നമ്മളൊരു വന്ദേ ഭാരത് ട്രെയിനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ അത്യാവശ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നല്ല സ്പീഡിൽ വരാൻ പറ്റിയ ഒരു ഇത് തന്നെയാണ്. നമുക്ക് ടൈം ഒരുപാട് കളയാനില്ലെങ്കിൽ ഒന്നിൽ നിങ്ങൾ ഫ്ലൈറ്റ് എടുക്കുക, ഓറൽസ് നിങ്ങൾ വെസൽ എടുക്കുക. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഷിപ്പ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടുത്ത ടാസ്ക് നമ്മുടെ ഷിപ്പിന് ടിക്കറ്റ് ഒപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഷിപ്പിൻ്റെ ടിക്കറ്റ് നമ്മുടെ യാത്ര പുറപ്പെടുന്നതിൻ്റെ ഒരു 2 ദിവസമോ അല്ലെങ്കിൽ ഒരു 4 ദിവസമോ മാക്സിമം 5 ദിവസം മുന്നേ ഒക്കെയാണ് ഇവർ അനൗൺസ് ചെയ്യുള്ളൂ. നമ്മൾ ട്രെയിൻ പോലെ 3 മാസമോ 2 മാസം മുന്നേ ഒന്നും ആ ഒരു സ്കെഡ്യൂൾ അപ്ഡേറ്റ് ചെയ്യില്ല. അപ്പോൾ നോക്കിയിരുന്ന് അതിനനുസരിച്ച് നമുക്ക് യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ വെസലിൻ്റെ ആണെങ്കിൽ ഏകദേശം ഒരു 24 മണിക്കൂർ മുന്നേ ഒക്കെയാണ് അവർ ആ ഒരു ചാർട്ട് ഇത് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയിരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നല്ലൊരു ഹെക്റ്റിക് ടാസ്ക്കാണ്. സോ അത് പൂർണ്ണമായും ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്യാനാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 200, 300, 500 നഷ്ടം സംഭവിക്കും. അതിനെ വലിയൊരു നഷ്ടമായിട്ട് കണക്കാക്കേണ്ട. ഇനി നമുക്ക് ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ യാത്ര അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. 15 കിലോയോളം ഒരാൾക്ക് ഷിപ്പിലും വെസലിലൊക്കെ ആയിട്ട് കൊണ്ടുവരാം. അതാണ് അതിൻ്റെ ഒരു നിയമം. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ ദ്വീപ് നിവാസികൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എൻ്റെ അറിവിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആഡ് ഓൺ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ കപ്പലിൽ കയറുന്നത് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡ്, എറണാകുളം, കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള ലക്ഷദ്വീപ് വാർഫിൽ നിന്നാണ് നമ്മൾ കപ്പലിൽ കയറേണ്ടത്. അവിടെ നമ്മൾ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. രാവിലെ ഒരു 5:30 ആകുമ്പോൾ എത്തേണ്ടി വരും. മിക്കവാറും നമ്മുടെ പെർമിറ്റിൽ അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ടിക്കറ്റിൽ നമ്മൾ ബോർഡ് ചെയ്യേണ്ട ടൈമൊക്കെ കാണിക്കും. ഞങ്ങൾക്ക് രാവിലെ ആയിരുന്നു, 5:30 ഞങ്ങളോട് ബോർഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഞങ്ങളൊരു 5 മണിയായപ്പോൾ വാർഫിലെത്തി. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പാനി എന്ന് പറഞ്ഞൊരു വെസലും വലിയ പാനി എന്ന് പറഞ്ഞൊരു വെസലും അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പാനിയിലായിരുന്നു ഞങ്ങൾ കൽപ്പനയ്ക്കുള്ളൊരു യാത്ര. മറ്റേത് ആന്ധ്രോത്തിലേക്ക് പോകുന്ന ഒരു യാത്രയായിരുന്നു, ആ ഒരു വെസലായിരുന്നു. അപ്പോൾ നമ്മളൊരു 5 മണിയായപ്പോൾ വാർഫിലെത്തി. നമ്മുടെ പെർമിറ്റിൻ്റെ കോപ്പിയുടെ പ്രിൻറ്റ്, നമ്മുടെ ആധാർ കാർഡിൻ്റെ പ്രിൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റിൻ്റെ പ്രിൻറ്റ്, ഇത് മൂന്നും നമ്മൾ 2 or 3 കോപ്പി എടുത്ത് കയ്യിൽ സ്റ്റാപ്ലർ ചെയ്ത് സൂക്ഷിക്കണം. നമ്മൾ എയർപോർട്ട് നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന പോലെ നമ്മുടെ പെർമിറ്റ് അവർ സ്റ്റാമ്പ് ചെയ്ത് തരും. അങ്ങനെയാണ് നമ്മളെ കടത്തിയുള്ളൂ. CISF ആണ് അതിൻ്റെ സെക്യൂരിറ്റി, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് എന്താ പറയുക, പിന്നെ അതുപോലെ തന്നെ ലിക്കറോ സിഗരറ്റോ കത്തുന്ന സാധനങ്ങളോ ഒന്നും തന്നെ ദ്വീപിലേക്ക് പെർമിറ്റ് ചെയ്യില്ല. നല്ല ചെക്കിംഗ് ഉണ്ട്, കുറച്ചധികം ചെക്കിംഗ് ഉണ്ട്. ഏകദേശം അവരുടെ ചെക്കിംഗ് നല്ല സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതെല്ലാവരും ശ്രദ്ധിക്കുക. വൺസ് നമ്മൾ ഷിപ്പിലേക്ക് അല്ലെങ്കിൽ വെസലിലേക്ക് ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മണിക്കൂർ നമുക്ക് നല്ലൊരു ഡിലേ ഉണ്ട്. ആ ഒരു ടൈമിങ്സും ടൈഡ്സും ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ഷിപ്പ് എടുക്കുകയുള്ളൂ. വെസലും ഫുൾ AC ആണ്. അത്യാവശ്യം കൂൾ ഫിലിമൊക്കെ ഒട്ടിച്ചേക്കണം കൊണ്ട് തന്നെ നമുക്ക് വെയിലൊന്നും അറിയില്ല. കാർട്ടൺ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു വന്ദേ ഭാരതിൽ ഇരിക്കുന്ന ആ ഒരു എഫക്റ്റിൽ നമുക്ക് ഇരുന്ന് പോരാനായിട്ട് പറ്റും. കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കണ വേറൊന്നും കൊണ്ടല്ല, നല്ല വെയിലാണ്. ആ ഒരു വെയിൽ കണ്ണിലേക്ക് അടിച്ചിട്ട് കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞു പോവാണ്. അതുകൊണ്ടാണ് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കണേ. സോ അതുപോലെ അപ്പോൾ നമ്മുടെ കപ്പലിലേക്ക് വരാണെങ്കിൽ കപ്പലിൽ നമുക്ക് യാത്ര കുറേ കൂടി കംഫർട്ടാണ്. നമ്മുടെ വെസലിലേക്ക് വരുമ്പോൾ വെസൽ ഇങ്ങനെ ആയിരുന്നു ജെർക്ക് ചെയ്യാൻ. അത് കമ്പാരിറ്റീവ്ലി കപ്പലിന് വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ അത് വേവ്സിനനുസരിച്ച് ഇങ്ങനെ ജെർക്കിങ് ഉണ്ടാവും. അപ്പോൾ അത് കുറേ ആൾക്കാർക്ക് സീ സിക്നസ് അടിക്കാനും വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ കുറച്ചധികം കൂടുതലാണ്. കപ്പലില്ല എന്നല്ല, വെസലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കപ്പലിൽ
ഈ ഒരു ജർക്കിങ് കുറച്ചും കൂടി കുറവാണ്, ട്രാവലിംഗ് കുറച്ചും കൂടി കംഫർട്ടാണ്. വെസലിന് സ്പീഡ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ജർക്കിങ് കുറച്ചധികം കൂടുതലാണ്. പിന്നെ വെസലിൽ നമുക്ക് ലഞ്ചൊന്നും കിട്ടില്ല. കപ്പലിലാണെങ്കിൽ നമുക്ക് ലഞ്ചൊക്കെ വാങ്ങി കഴിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ വെസൽ തിരഞ്ഞെടുക്കുന്നവർ കയ്യിൽ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡോ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതിയാൽ നല്ലതാണ്. വെസലിൽ നമുക്ക് ചായ മാത്രം കിട്ടുള്ളൂ. ഷിപ്പിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലഞ്ചോ ഡിന്നറോ എന്താണെങ്കിലും അതിനനുസരിച്ചൊക്കെ കിട്ടും. നമ്മുടെ വെസൽ നമ്മൾ വന്ന ചെറിയ പാനിയിൽ 150 പേർക്കാണ് ട്രാവൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളൂ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2460 രൂപയാണ് നമ്മുടെ ചെറിയ പാനി വെസലിൻ്റെ ടിക്കറ്റ് ഫെയർ ആയിട്ട് വന്നത്. നമ്മുടെ സർവീസിങ് ചാർജ് നമുക്ക് 500 വന്നു. അങ്ങനെ ഏകദേശം ഒരു 3000 നമുക്ക് വെസലിന് ചിലവ് വന്നു. ഞങ്ങൾ യാത്രയിൽ ഏകദേശം ആ ഒരു വെസലിൽ 30 പേര് ഉണ്ടായുള്ളൂ. ഞങ്ങൾ എല്ലാവരുമായിട്ട് കമ്പനിയായി, ക്യാപ്റ്റനായിട്ട് കമ്പനിയായി. ഞങ്ങൾ ഡെക്കിലൊക്കെ പോയിരുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ല. ഞങ്ങൾ ക്യാപ്റ്റനായിട്ട് കമ്പനി അടിച്ച് കൈയും കാലൊക്കെ പിടിച്ച് ഡെക്കിലൊക്കെ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾ ഈ കാണുന്ന പോലെയൊക്കെ ഒന്ന് എടുത്തു. ഷിപ്പ് എക്സ്പീരിയൻസ്, വെസൽ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ കടൽ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഏകദേശം ഒരു 5:30 ആയപ്പോൾ ഒരു 9 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് ഒരു 5:30 കൂടി ഞങ്ങളിങ്ങനെ ലക്ഷദ്വീപിൻ്റെ ലഗൂണിലെ നീല വെള്ളങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അകലെ കുറച്ച് തുരുത്തുകളൊക്കെ കണ്ടു തുടങ്ങി, ചെറിയ മരങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ആ ഒരു ടൈമിൽ നമുക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലക്ഷദ്വീപിൽ വന്ന് കാല് കുത്തി. ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ഞങ്ങളുടെ കല്യാണപ്പെണ്ണ് നസ്രയും കുടുംബം വന്നിട്ടുണ്ടായിരുന്നു. ഇനി ലക്ഷദ്വീപിൻ്റെ കൾച്ചറാണ്. ഈ പലരും പറഞ്ഞിട്ടുണ്ട് ലക്ഷദ്വീപിലെ ആൾക്കാർ അടിപൊളിയാണ്, വളരെ സ്നേഹം നിറഞ്ഞ ആൾക്കാരാണ് എന്നൊക്കെ. ലക്ഷദ്വീപിലെ ആൾക്കാർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചു. പലരും പറഞ്ഞതും കേട്ടതും ഒക്കെ ശരിയാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പറ്റം ആൾക്കാർ, നിഷ്കളങ്കതയുള്ള ഒരു കൂട്ടം മനുഷ്യർ, എന്തിനും ഏതിനും കൂടെ ഉണ്ടാവുന്ന ഒരു കൂട്ടം മനുഷ്യർ, അങ്ങനെ അവർ വിശേഷിപ്പിക്കും. കാരണം നമ്മളിവിടെ വന്ന് ഇറങ്ങിയ മുതൽ തൊട്ട് ഒരു പുറം നാട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ ഒരു മെയിൻലാൻഡുകാരനായിട്ടോ എന്നൊന്നും അവർ ട്രീറ്റ് ചെയ്തിട്ടില്ല. മക്കൾ എന്നാണ് അവർ വിളിക്കുന്നത്. ആ ഒരു വിളിയിൽ തന്നെ ആ ഒരു ഇൻറ്റിമസിയും അടുപ്പവും സ്നേഹവും എല്ലാം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവരുടെ കൾച്ചർ എടുത്തു പറയണം. പ്രത്യേകിച്ച് ഇവരുടെ കല്യാണത്തിൻ്റെ കൾച്ചർ, ഇവരുടെ ബീരിയാക്കൽ ചടങ്ങ്, തക്കാരൻ ചടങ്ങ്, അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട്. നമ്മൾ കണ്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ചായ കുടി പരിപാടികളുണ്ട്. ഭക്ഷണം കഴിച്ച് ശരിക്കും വയറ് പൊട്ടാറായി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത്ര അടിപൊളി കൾച്ചറാണ് ഇവിടെ. പിന്നെ ഇവിടെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ എക്സ്പ്ലോർ ചെയ്തു. നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ ഞങ്ങൾ കയാക്കിങ്ങിന് പോയി. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് നമ്മുടെ സ്കൂബ ഡൈവിങ്. സ്കൂബ ഡൈവിങ് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. അതിനുവേണ്ടി മാത്രം നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് വന്നാലും അതും ഒരിക്കലും ഒരു നഷ്ടമല്ല. കാരണം ഏഷ്യയിലെ ഏറ്റവും മികച്ച സ്കൂബ ഡൈവിങ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് അതിൻ്റെ 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് ഉണ്ടാവും. പക്ഷെ കുറച്ച് പേരൊക്കെ ആൻഡമാനിലെ സ്കൂബ അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനു മുന്നേ ചെയ്തേക്കുന്നത് ഗോവയിലെ സ്കൂബയാണ്. ഗോവയിലെ സ്കൂബ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മോശം സ്കൂബ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യസന്ധമായിട്ട് പറയും അത് ഗോവയിലെ സ്കൂബയാണ്. പക്ഷേ ലക്ഷദ്വീപിലെ സ്കൂബ അടിപൊളിയാണ്. ഇതിനുവേണ്ടി മാത്രം നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് വന്നാലും അതൊരിക്കലും ഒരു നഷ്ടമല്ല. പിന്നെ ഫുഡിനെ പറ്റിയും താമസത്തെ പറ്റിയും രണ്ടും ലിമിറ്റഡാണ്. ഫുഡ് അത്ര ലക്ഷറി ഫുഡൊന്നും ഇവിടെ കിട്ടില്ല. പക്ഷെ നമ്മളൊരു കല്യാണ പരിപാടിക്കായി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ലക്ഷറി എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര ലക്ഷറി ആയിട്ടുള്ളൊരു ഫുഡാണ് നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ. ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ ലഞ്ച് ആയിക്കോട്ടെ, അതുപോലെ വൈകുന്നേരത്തെ ചായ കൂടി സ്നാക്സ് പരിപാടി ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയാണ്. പിന്നെ ഞങ്ങളൊരു ട്യൂണ ഇവിടെ ഒരുപാട് കിട്ടും. ട്യൂണയുടെ എന്താ പറയുക, ഒരു മഹനീയ ശേഖരമാണ് ഈ കാണുന്ന ഈ ഒരു കടൽ. 4 ഭാഗവും ചുറ്റപ്പെട്ട, കടലാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും, മെജോറിറ്റി മനുഷ്യരും കടലായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട്, മീൻപിടുത്തമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, മീനുകളായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. അപ്പോൾ നല്ല ഫ്രഷ് ചൂര, അതായത് ഒരു 2-2.5 കിലോ ഉള്ള ഒരു ചൂര ഒരു 230 രൂപയ്ക്ക് കിട്ടി. ഞങ്ങളതിനെ രാത്രി ഗ്രില്ല് ചെയ്തു. രാത്രി ഒരു 12 മണി 1 മണി സമയത്ത് ബീച്ചിൻ്റെ സൈഡിൽ പോയിരുന്നു ഞങ്ങൾ ഗ്രില്ല് ചെയ്തു. പിന്നെ സദാചാരമൊക്കെ ഇവിടുത്തെ ആൾക്കാർക്ക് വളരെ കുറവാണ്. ഇതൊരു ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു വില്ലേജ് ആണെങ്കിൽ പോലും നമുക്ക് രാത്രി എവിടെ വേണമെങ്കിലും പോയിരിക്കാം. വളരെ സമാധാനമാണ്. ആരും നീ ഏതടാ എന്തടാ എന്ന് പറഞ്ഞാൽ തുറിച്ച് നോട്ടങ്ങളില്ല, തറപ്പിച്ച് നോട്ടങ്ങളില്ല, സംസാരങ്ങളില്ല, ഒന്നുമില്ല. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മുടെ പേരും ആധാർ കാർഡിൻ്റെ കോപ്പിയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. ഒരു വെരിഫിക്കേഷൻ. പോലീസുകാരാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു പോലീസ് സ്റ്റേഷൻ അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ. പോലീസുകാരായിക്കോട്ടെ, ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു നാട്. അങ്ങനെ ഈ ഒരു നാടിനെ വിശേഷിപ്പിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത്ര അടിപൊളിയാണ് ഈ ഒരു നാടും ഈ ഒരു നാട്ടുകാരും. വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ പല കൂട്ടുകാരും എന്നോട് ചോദിച്ചൊരു കാര്യം, എത്ര രൂപ ചിലവ് വന്നു എന്നാണ്. ചിലവിനെ പറ്റി കൃത്യമായിട്ട് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ കാശ് മുടക്കൊന്നും വന്നില്ല. ആകെ യാത്രയുടെ പൈസയും ആ സ്കൂബയുടെ പൈസയും മാത്രമേ വന്നുള്ളൂ. സ്കൂബ നമ്മൾ ചെയ്യണമെങ്കിൽ 3000 മുതൽ 3500 രൂപ. അത് നമ്മുടെ ബാർഗെയിനിങ് സ്കില്ലും പിന്നെ അവരായിട്ടുള്ള ഒരു അടുപ്പ് അറ്റാച്ച്മെൻറ്റൊക്കെ ബേസ് ചെയ്തിരിക്കും. ഞങ്ങൾക്ക് ചിലവായത് 3000 രൂപയാണ്. അത് മേ ബി വേരി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ലക്ഷദ്വീപിലേക്ക് വരാണെങ്കിൽ താമസം
അത്ര 5 സ്റ്റാർ സെറ്റപ്പുകളൊന്നും ആരും പ്രതീക്ഷിക്കരുത്. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഇവിടുത്തെ മനുഷ്യന്മാരായിട്ട് കമ്പനിയായി അവരുടെ വീടുകളിൽ ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളും അതിലേറെ അറിവുകളും കിട്ടും. ദ്വീപിനെ പറ്റിയും കടലിനെ പറ്റിയും ദ്വീപിൻ്റെ ചരിത്രത്തെ പറ്റിയും ദ്വീപിലെ ആചാരങ്ങളെ പറ്റിയും അനാചാരങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനൊക്കെ പറ്റും. ഞങ്ങളൊന്നും രാത്രി ഉറങ്ങാറില്ല. ഇവിടുത്തെ പ്രായം മൂത്ത തലയ്ക്ക് മൂത്ത കാരണവന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് ദ്വീപിനെ പറ്റിയിട്ടും ദ്വീപിലെ ജിന്ന് പണിത പള്ളികളെ പറ്റിയിട്ടും ദ്വീപിലെ പല 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 എന്താ പറയുക നമ്മൾ ഈ കോക്കാൻ പ്രേതം എന്നൊക്കെ പറയുന്ന പോലെ ദ്വീപിലെ കക്കടത്തോനെ പറ്റിയും അങ്ങനത്തെ കുറച്ച് സൂപ്പർസ്റ്റിഷൻ കഥകളെ പറ്റിയൊക്കെ കേട്ട് എങ്ങനെ രസിച്ചിരിക്കും. മൊത്തത്തിൽ എൻറ്റയർലി അടിപൊളിയാണ്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഒരു 15,000 രൂപ മുതൽ ഒരു 20,000 രൂപ വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കാലം അടിച്ചു പൊളിച്ച് അടിപൊളിയായിട്ട് ലക്ഷദ്വീപ് എൻജോയ് ചെയ്ത് എല്ലാ ചിലവുകളും ഈ സ്കൂബയും സ്നോർക്കലിങ്ങും കയാക്കിങ്ങും വാട്ടർ ആക്ടിവിറ്റീസും എല്ലാം ഉൾപ്പെട്ട് ഭക്ഷണം ലാവിഷായി കഴിച്ച് സ്റ്റേ ചെയ്ത് അത്യാവശ്യം മീനൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് പോകാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വരുമ്പോൾ കവരത്തി ദ്വീപുണ്ട്, പിന്നെ ആന്ത്രൂത്ത് ദ്വീപുണ്ട്, അവിടെ തന്നെ ബംഗാരം ഐലൻഡ് ഉണ്ട്, അതുപോലെ കടമൺ ഐലൻഡ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഐലൻഡുകളുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വെസലിന് പോവാം. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വിചാരിക്കുന്ന പോലെ തന്നെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ബോട്ടോ അല്ലെങ്കിൽ സ്പീഡ് ബോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബസ് കൊണ്ടുപോകുന്ന പോലത്തെ സെറ്റപ്പുകളൊന്നുമില്ല. ഒരു ദ്വീപ് ഏകദേശം ഒരു 4 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ റേഡിയസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഒരറ്റത്തു നിന്ന് ഒരറ്റത്തേക്ക് പോകാനായിട്ട് നമുക്കൊരു 20 മിനിറ്റ് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ വളരെ ലിമിറ്റഡ് ആണ്. എന്നിരുന്നാലും ബൈക്കൊക്കെ കിട്ടും. പെട്രോളും കുഴപ്പമില്ല, പണ്ടത്തെ പോലെ റേഷനൊന്നുമല്ല. ഇപ്പോൾ പെട്രോൾ പമ്പൊക്കെ കിട്ടി. പെട്രോൾ ടൈമിംഗ് ഉണ്ട്. രാവിലെ 4 മുതൽ രാവിലെ 6 മുതൽ രാവിലെ 9 വരെയാണ് പെട്രോൾ കിട്ടുള്ളൂ. അതുപോലെ തന്നെ വൈകുന്നേരം 4 മുതൽ രാത്രി 8 വരെയാണ് പെട്രോൾ കിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്ത് ലക്ഷദ്വീപിന് അടുത്തെറിഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഈ ഒരു യാത്രയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം ഇതൊന്നും അറിയാൻ പോകുന്നില്ല. പക്ഷെ ഇത് വന്നത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ്. ഒരുപാട് പുതിയ അറിവുകൾ, ഒരുപാട് പുതിയ അനുഭവങ്ങൾ, ഒരുപാട് പുതിയ സൗഹൃദങ്ങൾ, ഒരുപാട് പുതിയ ആചാരങ്ങൾ, ഒരുപാട് പുതിയ ഭക്ഷണങ്ങൾ എല്ലാം ട്രൈ ചെയ്യാൻ പറ്റി, അനുഭവിച്ചറിയാൻ പറ്റി. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, കുറച്ച് ബുദ്ധിമുട്ടാൻ കഴിയുമെങ്കിൽ, കുറച്ച് കഷ്ടപ്പെടാൻ കഴിയുമെങ്കിൽ, യാത്ര പോകണമെന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. വെറുതെ പാക്കേജ് എടുത്ത് വന്ന് ഇപ്പോൾ ഈ ഒരു കാണുന്ന ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഇപ്പോൾ ഗവൺമെൻറ് ഒരു സമുദ്രം പാക്കേജ് എന്ന് പറഞ്ഞാൽ 34,000 രൂപയ്ക്ക് ഗവൺമെൻറ് ഒരു പാക്കേജ് കിട്ടും. ആ ഒരു പാക്കേജിൻ്റെ ഒരു ഡ്രോബാക്ക്, അത് നമുക്ക് ഇത്ര റിസ്ക് എടുക്കണ്ട, പക്ഷേ ആ ഒരു പാക്കേജിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു പോർട്ടുണ്ടല്ലോ, ഇവിടെ കൊണ്ടുവന്ന് ഏറെക്കുറെ നമ്മുടെ കപ്പൽ നിർത്തും. ഈ ഒരു ഏരിയ ഇപ്പോൾ നമ്മൾ ഈ ഒരു വ്ലോഗ് ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു റിസോർട്ടിൻ്റെ ഈ ഒരു പ്രമിസിസിൽ മാത്രം നടന്ന് ജസ്റ്റ് വരുന്ന കയാക്ക് ചെയ്യുന്നു, ജസ്റ്റ് വരുന്ന ഇവിടെ വാട്ടർ സ്പോർട്സ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകും, കപ്പലിൻ്റെ അകത്ത് സ്റ്റേ ചെയ്യും. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയൊരു ലോകമുണ്ട്. ഒരുപാട് നന്മയുള്ള മനുഷ്യന്മാർ അതിൻ്റെ അകത്ത് ജീവിക്കേണ്ടത്. അവരെ കണ്ട് അവരെ അടുത്തറിഞ്ഞ് അവരുടെ വിശേഷങ്ങൾ കേട്ട് അവരുമായിട്ട് ഭക്ഷണം കഴിച്ച് അവരുടെ ഭക്ഷണ രീതികൾ കണ്ട് അത് പഠിച്ച് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞങ്ങൾ മറ്റേ പത്തിരിയൊക്കെ ചുട്ട് ഗ്രില്ലൊക്കെ ചെയ്ത് അതൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലക്ഷദ്വീപ് നമ്മൾ ആഘോഷിക്കുന്നത്, അടിച്ചു പൊളിക്കുന്നത്. അപ്പോൾ ലൈഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ് അനുഭവമാണ് നമ്മുടെ ലക്ഷദ്വീപ് യാത്ര. അപ്പോൾ ഇനി ലക്ഷദ്വീപിനെ പറ്റി നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഞാൻ 1-2 പേരുടെ കോൺടാക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാരാണ്, ഇവിടുത്തെ ഇക്കമാരാണ്. നമ്മളിവിടെ വന്നിട്ട് നമ്മളെ വെറുതെ ഇരിക്കാൻ അവർ സംഭവിച്ചിട്ടുള്ള ഫുൾ ടൈം ഓരോ സ്ഥലങ്ങൾ കാണിച്ച് തന്ന് നമ്മളെന്താ പറയുക ഫുൾ ടൈം കൊണ്ടുവരുന്ന കറക്കി കൊണ്ടുവന്ന് നമ്മുടെ ഇക്കമാരാണ്. അത്രയും ഞാൻ ഗ്യാരണ്ടിയാണ്. അവരുടെ കെയർ ഓഫിൽ നിങ്ങൾക്ക് ലക്ഷദ്വീപ് വന്ന് എൻജോയ് ചെയ്യാം. അവർ ഒരു വലിയൊരു ഏജൻസി സംഭവങ്ങളൊന്നുമല്ല. അവരുടെ പരിമിതമായ അറിവ് വെച്ച് അവർ ജനിച്ച് വളർന്ന നാട്ടിലേക്ക് അവർക്ക് കൊണ്ടുവന്ന് നിങ്ങളെ കാണിച്ച് നിങ്ങളെ ഹാപ്പി ആകാൻ അവർക്ക് പറ്റും. ആ ഒരു ഉറപ്പ് മാത്രമാണ് അവർ തരുന്നത്. ലക്ഷറി അല്ല, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് അറിവുകളും അവരുടെ ഒരു പാക്കേജിലൂടെ കിട്ടും. അവരുടെ കോൺടാക്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം.